النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس. طلع البدر علينا من ثنيات الوداع وأجب الشكر علينا ما دعا لله داع. لا إله إلا الله لا إله إلا الله. ഉഷാറില്ലല്ലോ. പുറത്തേക്കാണ് കുട്ടികളെ കയറിയിരിക്കടാത്തോട്ട് എല്ലാവരും ഉഷാറായിട്ട് ചെല്ലണം. ഒന്നുകൂടെ ചൊല്ലിക്കേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. لا إله إلا الله لا إله إلا الله. رسول الله أنت أم أم أبو ما رأينا فيهما مثل حسنك قد يا سيدي خير النبي. لا إله إلا الله لا إله إلا الله. رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. لا إله لا إله إلا الله. الله ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي. لا إله إلا الله لا إله إلا الله. ഈ ഇർത്തകബത്തു എന്ന് പറയുന്ന വരിയൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന ഒരാൾക്കല്ലാതെ ചൊല്ലാൻ പറ്റില്ല. അത് മുത്തുനബിയോട് അടങ്ങാത്ത മഹബത്തുള്ള ഒരാളുടെ വായിൽ നിന്ന് ഇർത്തകബത്ത് വരുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ്. എണ്ണവും വണ്ണവുമില്ലാത്ത പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയി.
ഒരുപാട് പാപങ്ങളുടെ വാഹനം കയറിയവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. لك أشكو فيه يا سيدي خير النبي لك أشكو നബിയെ ഞാൻ അങ്ങയോട് സങ്കടം പറയാണ് യാ റസൂലല്ലാഹ്. ചില ആളുകൾ നബിയോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ട്. ഇതിലെവിടെ പ്രാർത്ഥന? ഞാൻ എന്റെ സങ്കടങ്ങളെ ആരോടാ പറയേണ്ടത്? എനിക്ക് ഏറ്റവും അടുത്ത എന്റെ ഹബീബിനോടല്ലാതെ. ഇത് പരിശുദ്ധമായ ഒരു ഖുർആൻ ആയത്തിന്റെ മനോഹരമായ ഒരു അർത്ഥം കൂടെയാണ് ഈ വരി എന്ന് പറയുന്നത്. പരിശുദ്ധമായ സൂറത്തുൽ നിസായിലെ ഒരു ആയത്തിന്റെ അർത്ഥം കൂടെയാണ് യഥാർത്ഥത്തിൽ. നബിയോട് പറയാം, നബിയെ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി, സങ്കടം ബോധിപ്പിക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണേ നബിയെ. സൂറത്തുൽ നിസായിലെ 64-ാമത്തെ ആയത്ത്. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. എന്താ പറഞ്ഞത്? ولو أنهم إذ ظلموا أنفسهم, മനുഷ്യന്മാരെ അവര് തെറ്റ് ചെയ്തിട്ട് ജാഊക അങ്ങയുടെ അടുക്കൽ വന്നാൽ. അപ്പൊ തെറ്റ് ചെയ്തിട്ട് ആരുടെ അടുക്കൽ വരണം? ആരുടെ അടുക്കൽ വരണം? എന്തിനാ മുത്തനബിയുടെ അടുക്കൽ പോണത്? നമ്മുടെ സങ്കടം പറയാം അല്ലേ? തെറ്റ് ചെയ്തിട്ട് ജാഊക അങ്ങയുടെ അടുക്കൽ വന്നാൽ, എന്നിട്ടോ ഫസ്തഗ്ഫറുല്ലാഹ് അവർ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിയാൽ. അപ്പൊ നമ്മുടെ സങ്കടം ബോധിപ്പിക്കാൻ ഉള്ള അത്താണിയാണ് ആര്? സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മളവിടെ സങ്കടം ബോധിപ്പിച്ചിട്ട് നമ്മൾ അല്ലാഹുവോട് ദുആ മാത്രല്ല, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ അവർക്ക് വേണ്ടി മുത്തുനബിയും അല്ലാഹുവോട് പൊറുക്കലിനെ തേടിയാൽ. അപ്പൊ നമ്മൾ ആദ്യം പോയി സങ്കടം പറയേണ്ടത് ആരോടാ? ഹബീബ് റസൂലുള്ളാഹ്. ശിക്കായത്ത് നമ്മളോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ആ സങ്കടം ബോധിപ്പിക്കുമ്പോ നമ്മൾ അല്ലാഹുവോട് ദ്വാരക്കുന്നു. മുത്തുനബി നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ലാഹ് നമ്മുടെ പാപം പുറത്തു തരാൻ മുത്തുനബി നമ്മുടെ കാര്യം ഒന്ന് ഏറ്റെടുത്താൽ മതി. അതിനാണ് ഈ പണിയൊക്കെ. ഒന്ന് ഉറക്കെ ചൊല്ലിക്കേ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇനി ആരെങ്കിലും അറിവില്ലാത്ത സാധുക്കൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വരി ഓതിയിട്ട് കണ്ടില്ലേ നബിയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഓ ചങ്ങാതി, ഇത് ഞങ്ങളുടെ നബിയോട് ഞങ്ങൾ സങ്കടം പറയാം. ഞങ്ങളുടെ അത്താണിയാണ് മുഹമ്മദ് മുസ്തഫ. പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവോട് ആ ഉടായ്പും കൊണ്ട് ഇനി അടുത്തോട്ട് വരണ്ടെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. ഉണ്ടാവൂലേ? അള്ളാഹു ഈമാനുള്ള അഹ്ലുസുന്നയുടെ ആൺകുട്ടികളായി നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله رسول الله. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله. മുത്തുനബി സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് ഒരു 600 കൊല്ലം മുമ്പ്. എത്ര കൊല്ലം മുമ്പാ? അന്ന് യമൻ ഭരിച്ചിരുന്ന ഹിമ്യർ രാജാവ് മക്കയിലേക്ക് വരുന്നുണ്ട്. യമൻ ഭരിച്ചിരുന്ന ഹിമ്യർ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പാണ്. അപ്പൊ അദ്ദേഹം എവിടെ ചെന്നാലും ഭയങ്കര സ്വീകാര്യതയാണ്. അന്നത്തെ ലോക പോലീസ് യമനിലെ രാജാക്കന്മാരാണ്. ഇന്ന് ലോക പോലീസായിട്ട് ചമയുന്നത് അമേരിക്കയാണ് അല്ലേ? എന്നതുപോലെ അന്ന് ലോക പോലീസ് യമനിലെ രാജാക്കന്മാരാണ്. അപ്പൊ അന്നത്തെ രാജാവ് ഹിമ്യർ മക്കയിൽ വന്നു. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും ആദരിക്കാൻ ആളുകളാണ്. കൂടെ വേദപണ്ഡിതരുണ്ടാകും, പട്ടാളക്കാരുണ്ടാകും. ആദരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കൂടും. പക്ഷേ മക്കത്ത് ചെന്നപ്പോൾ ഒരാളും വല്ലാണ്ട് ആദരവൊന്നും കൊടുത്തില്ല. മക്കാരുടെ അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുക, വേട്ടയാടുക, ഹൽക്ക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കബാലയത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ഇങ്ങനെ വട്ടം കൂടിയിരുന്നിട്ട് സ്വന്തം തറവാട്ട് മഹിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു അല്ലേ? ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നവരായിരുന്നു മക്കാര്. അപ്പോൾ ഈ രാജാവ് വന്നൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല. അപ്പൊ രാജാവിന് ഭയങ്കര ദേഷ്യം തോന്നി. ഞാൻ യമനിലെ രാജാവ്, ലോക പോലീസായ ഞാൻ എന്ന് വന്നിട്ട് എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല അമ്മമാര്. ഇപ്പൊ ട്രംപ് കൂടെ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി അല്ലേ? അല്ലെങ്കിൽ ഒരു വിദ്യാസുരനാണ്, എന്നെ പറയണ്ടോ? അപ്പൊ അന്വേഷിച്ചപ്പോ മൂപ്പർക്ക് മനസ്സിലായി എന്താ എനിക്ക് ഇവിടെ വിലയില്ലാത്തത്. അവിടെ ഈ കഅബ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ്. കഅബ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വിലയില്ലാണ്ടായത്. അപ്പൊ അദ്ദേഹം അവിടെ വെച്ച് രഹസ്യമായിട്ട് തീരുമാനിക്കാനാണ്, ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് കഅബ പൊളിച്ചോണ്ടേ പോകുള്ളൂ, കഅബ പൊളിച്ചോണ്ടേ പോകുള്ളൂ. അന്ന് രാത്രി തുടങ്ങിയ ശക്തമായ തലവേദനയാണ് ഹിമ്യർ രാജാവിന്. ഭയങ്കര തലവേദന, സഹിക്കാൻ പറ്റണില്ല. അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കാൻ തുടങ്ങി, സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പൊ കൂട്ടത്തിൽ ഒരു വേദപണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, പ്രഭോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അങ്ങ് അവസരം തരുമോ? അപ്പോ രാജാവ് ഒരു മൂലക്കും ഈ പണ്ഡിതൻ വേറൊരു മൂലയിലിരുന്നു. അതിന്റെ കാരണം എന്താ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ കയ്യിൽ വാളുണ്ട്, എടുത്ത് വെട്ടിക്കളയും. അപ്പൊ ഇതൊരു ഗ്യാപ്പ് വിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതൻ ഒരു മൂലക്ക് പോയിരുന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ഈ നാട്ടിൽ വന്നപ്പോ വേണ്ടാത്തത് എന്തെങ്കിലും ചിന്തിച്ചായിരുന്നോ? അതെ, ഞാൻ കഅബ പൊളിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അത് തന്നെയാണ് അങ്ങയുടെ തലവേദനയുടെ കാരണം. ഉടനെ പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങ് കഅബാലയത്തിന്റെ അടുക്കൽ പോയി മാപ്പപേക്ഷിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കഅബയുടെ അടുക്കൽ വന്ന് മാപ്പപേക്ഷിച്ചിട്ട് പ്രായശ്ചിത്തം ചെയ്തത് കഅബയെ ഒരു ഖില്ല കൊണ്ടുമൂടി. ആദ്യമായി കഅബയെ ഖില്ല പുതപ്പിക്കുന്നത് ഹിമ്യർ രാജാവാണെന്ന് ചരിത്രത്തിൽ കാണാം. ഇന്നും അത് തുടർന്നു പോരുന്നുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് മക്കയിൽ നിന്ന് മതിയായി. അദ്ദേഹം പിന്നെ നേരെ മദീനയിലേക്ക് പോവാണ്. മദീനക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീകരിക്കാൻ മനസ്സുള്ള ആളുകളാണ് അല്ലേ? നമ്മൾ ഹജ്ജിനൊക്കെ ചെല്ലുന്ന സമയത്ത് മദീനക്കാർ വന്ന് നിന്നിട്ട് ഇങ്ങനെ من ثنيات الوداع وجب الشكر علينا ما دعا لله داع. അദ്ദേഹത്തെ അവർ സ്വീകരിച്ചു. തൊലയിലുവാടിയല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. മദീനക്കാർ നമ്മളെ സ്വീകരിക്കുന്ന രൂപം പറഞ്ഞതാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 2 ഭാര്യമാരുണ്ട്, ഹാജറ, സാറ. ഹാജറയുടെ മക്കളാണ് മക്കക്കാര്, സാറയുടെ മക്കളാണ് മദീനക്കാര്. അതുകൊണ്ട് തന്നെ ഈ മക്കയിൽ നിന്ന് വരുന്നവരോട് ഒരു പ്രത്യേക വാത്സല്യം മദീനക്കാർക്ക് ഉണ്ടാവും. രാജാവിനെ സ്വീകരിച്ചു. അങ്ങനെ രാജാവ് അവിടെ നിന്ന് തിരിച്ച് യമനിലേക്ക് പോകാൻ നേരത്ത് 400 വേദപണ്ഡിതരുണ്ടായിരുന്നു കൂട്ടത്തിൽ. അവർ പറഞ്ഞു, മദീനയിൽ നിന്ന് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം. ഇത് സീറയിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. ഞങ്ങളിവിടെ താമസിച്ചോളാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇവിടെ താമസിക്കാനുള്ള കാരണം? ഇവിടെ എന്താ പ്രത്യേകത? അത് ഞങ്ങൾ വേദങ്ങളിൽ വായിച്ചിട്ടുണ്ട്, അന്ത്യപ്രവാചകൻ വരുന്നത് ഈ നാട്ടിലായിരിക്കും. അതുകൊണ്ട് ആ പ്രവാചകന് സേവനം ചെയ്ത് ഞങ്ങൾ ഇവിടെ കൂടിക്കോളാം. എപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അപ്പൊ രാജാവ് പറഞ്ഞു, സംഗതി നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം, പക്ഷെ രാജാവായി പോയില്ലേ, എനിക്ക് തിരിച്ചു പോകാതെ വയ്യ. അദ്ദേഹം അവിടെ 400 വീടുകൾ പണി കഴിപ്പിച്ചു. 399 ചെറിയ വീടുകളും ഒരു ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ വീട് പണി കഴിപ്പിച്ചു. എന്നിട്ട് വേദപണ്ഡിതരോട് പറഞ്ഞു, 399 നിങ്ങൾക്കാണ്. ആ വേദപണ്ഡിതരുടെ നേതാവിനോട് പറഞ്ഞു, ഈ വലിയ ബംഗ്ലാവിൽ നിങ്ങൾ താമസിച്ചോ, പക്ഷേ എപ്പോഴാണോ അന്ത്യപ്രവാചകൻ വരുന്നത് അദ്ദേഹത്തിന് നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങളുടെ മക്കളുടെ കാലത്താണ് വരുന്നതെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണം, പേരക്കുട്ടികളുടെ കാലത്താണ് വരുന്നതെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു കത്തെഴുതി, ഹിമ്യർ രാജാവിൽ നിന്ന് അന്ത്യപ്രവാചകനിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കത്തൊക്കെ എഴുതി. ആ കത്ത് അവിടെ ഏൽപ്പിച്ചു. 600 കൊല്ലത്തിനപ്പുറമാണ് ജനിക്കുന്നത്. 1000 കൊല്ലമാണെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹ് ഹബീബായതങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. ഒട്ടകപ്പുറത്താണ്. എവിടെയാ നബി, എവിടെയാ താമസിക്കാന്ന് എല്ലാവരും ഭയങ്കര കൊതിയിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കോ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആരും ഒട്ടകത്തിന്റെ കയറിൽ പിടിക്കരുത്. എവിടെ നിൽക്കണമെന്ന് ഒട്ടകത്തോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടകം നിന്നോളും. ഒട്ടകം പോയി നിൽക്കുന്നത് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. ഇറങ്ങിയപ്പോൾ തന്നെ നബി തങ്ങൾ ചോദിച്ചത്, ആ കത്തിങ്ങെടുത്ത് എന്നാണ്.
ആ കത്തിങ്ങടുത്ത്. ഏത് കത്ത്? 600 കൊല്ലം മുമ്പ് ഹിമ്യർ രാജാവ് കൊടുത്ത കത്ത്. അതിങ്ങടുത്ത്. സംഗതി കത്ത് എവിടെയോ സൂക്ഷിച്ച് കാരണവന്മാരായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ തുറന്നു നോക്കിയിട്ടുണ്ടായില്ല. തുറന്നു നോക്കുമ്പോൾ അതെ, തനിക്ക് താമസിക്കാനുള്ള ഇടമാണെന്ന് ഉറപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ലോകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ഹബീബിന് വേണ്ടിയാണ്. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മുഴുവനും എൻ്റെ ഹബീബിന് വേണ്ടിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞില്ലേ, ഇനി നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം അത് മഹ്ശറയാണ് അല്ലേ? ആ മഹ്ശറും ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയാണ്? മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടിയാണ് സ്വല്ലല്ലാഹു അലൈഹി. കാരണം നമ്മൾ പറഞ്ഞു 50,000 കൊല്ലാണ് മഹ്ശറിൽ നിൽക്കുക. വിചാരണയൊന്നുമില്ല, വെറുതെ മേപ്പെട്ട് നോക്കി നിൽക്കാൻ, വേറെ ഒന്നുമില്ല. അവിടെ നിന്നിങ്ങനെ ഉരുകിത്തീരാണ്, സഹിക്കാൻ പറ്റണില്ല. ചിലര് കാലിന്റെ ഞെരിയാണി വരെ, ചിലര് മുട്ട് വരെ, കഴുത്ത് വരെ, ചിലര് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കാൻ ഇല്ലേ? നമ്മൾ പറഞ്ഞു, സ്വഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. ഓരോരുത്തർ ഓടിച്ചെല്ലും. വസ്തക ഏത് റബ്ബിന്റെ മുമ്പിലാട്ടെ പറയണേ. റബ്ബിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ ചെല്ലണത് അമ്പിയാക്കളുടെ അടുക്കലേക്കാണ്. ആദം നബിയുടെ അടുക്കൽ ചെല്ലും. സഹായിക്കോ വാപ്പ. മക്കളെ, വാപ്പാടെ കാര്യം തന്നെ ഇച്ചിരി ഡേഞ്ചർ സോണിലാണ്, പറ്റൂല. സുമ്മബി നൂഹ് നബി, ഇല്ല എനിക്ക് പ്രശ്നങ്ങളുണ്ട്. മൂസ, ഈസ, ഇബ്രാഹിം എല്ലാവരുടെ അടുക്കൽ ചെല്ലും അലൈഹി വസ്സലാത്തു വസ്സലാം. അവസാനം സുമ്മബി മുഹമ്മദിൻ, ഞാനുണ്ട് നിങ്ങൾക്ക്. എന്തിനാ സങ്കടപ്പെടണേ? ഞാനുണ്ട് നിങ്ങൾക്ക്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. കണ്ടോ, ഞാനുണ്ട് എന്ന് മുത്തനബി അങ്ങ് പറയാണ് അല്ലേ? നമ്മൾ പറഞ്ഞു, എന്തിനാണപ്പോ നമുക്ക് ഇപ്പോഴേ അറിയാം, നമ്മൾ തന്നെ ആയിരിക്കും അവിടെ പോണത്. നമുക്കറിഞ്ഞൂടെ ആദം നബിയുടെ അടുക്കൽ പോയിട്ട് കാര്യമില്ല, മൂസാ ഈസ അവിടെ ഒന്നും പോയിട്ട് കാര്യമില്ല, മുത്തനബിയുടെ അടുക്കൽ പോകണമെന്ന്. പക്ഷെ നമ്മൾ നേരിട്ട് പോകൂല, അങ്ങനെ വിടൂല പടച്ചോൻ. കാരണം എന്താ? നമുക്ക് എവിടെയും ചെന്ന് അലഞ്ഞ് കിട്ടാതെയാകുമ്പോൾ നമുക്ക് പിടിക്കാനുള്ള അത്താണിയാണ് മുഹമ്മദ് മുസ്തഫ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ പണിയെടുക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ. സ്വർഗാവകാശികളൊക്കെ നരകത്തിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഖുർആനില്. സ്വർഗാവകാശികളൊക്കെ നരകത്തിലൂടെ കൊണ്ടുപോകും. എന്തിനത്? വേദന അനുഭവിക്കൂല, മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇത്ര വലിയ സൗഭാഗ്യം കിട്ടുമ്പോൾ നിങ്ങളങ്ങ് വലിയ ആളുമായി പോയി എന്ന് ചിന്തിക്കണ്ട. ഇത്ര വലിയ പ്രയാസത്തിൽ നിന്നാണ് പടച്ചോൻ നിങ്ങളെ ഉയർത്തിയത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നരകത്തിൽ കൂടെ നിങ്ങളെ യാത്രയാക്കുന്നവർ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ബോധ്യപ്പെടുത്താനാണ് മഹ്ശറ. നബി തങ്ങൾ പറയും, പിന്നെയാണ് അവിടെ ആ ശഫാഅത്ത് നടക്കുന്നത്, പിന്നെയാണ് വിചാരണ നടക്കുന്നത്. അപ്പൊ വിചാരണ നടക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം? സയ്യിദുനാ റസൂലുള്ളാഹ്. കണ്ടോ, ഇത് സംഗതിയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ ഇഷ്ക് വേണം. എന്ത് വേണം? ഇഷ്ക്. ആരോട് ഇഷ്ക് വേണം? ആരോട് ഇഷ്ക് വേണം? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലേ? അതായത് ആഷിക്കിന് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അവന് മരിക്കാൻ കൊതിയാന്നേ. ആഷിക്കിന് മരിക്കാൻ കൊതിയാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്. നമ്മൾ പറഞ്ഞു, ബിലാൽ നാട് വിട്ടുപോയ സംഗതിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ബിലാൽ മരിക്കാൻ കിടക്കാണ്, വഫാത്തിന്റെ ഘട്ടാണ്. ഭാര്യ നിന്ന് കരയുന്നുണ്ട്. അപ്പൊ ബിലാൽ പറയുന്നുണ്ട്, മോളെ എന്തിനാ കരയണേ? ഇന്നിപ്പോ ചിരിക്കേണ്ട ദിവസമല്ലേ, ഞാൻ എൻ്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോവല്ലേ, സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്. ഞാൻ എൻ്റെ ഹബീബിന്റെ അടുക്കലേക്കാ പോണത്. അതാണ് ആഷിക്കിന്റെ മനസ്സ്. അതെപ്പോഴും താൻ ഇഷ്ടപ്പെടുന്ന തന്റെ ഹബീബിലേക്ക് ചേർന്നിരിക്കുന്ന മനസ്സാണ്. അങ്ങനെയുള്ള മനസ്സ് നമുക്കുണ്ടോ? അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ വലയത്തിലാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വീടിന്റെ പിന്നാലെ കൂടെ ഇറങ്ങിപ്പോയാൽ രക്ഷപ്പെടാം, കൂഫയുടെ അധികാരിയാകാം. വേണ്ട, എന്റെ മുത്ത് കിടക്കുന്ന മണ്ണിൽ നിന്ന് ഞാൻ എങ്ങനെ വരും അലിയെ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്തൊരു ഇഷ്കാണ്. മുത്തുനബിക്ക് ഇടയ്ക്കൊരു രോഗം ബാധിച്ചപ്പോ ഇത് കണ്ടു നിൽക്കാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ തന്നെ പനി വന്ന് വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ രോഗം മാറിയിട്ടും പള്ളിയിലേക്ക് കാണാതായപ്പോ വീട്ടിലേക്ക് ഇല്ലാണ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിയുടെ രോഗം മാറി എന്ന് പറഞ്ഞപ്പോ ചാടി എണീക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്തൊരു ഇഷ്കാണ്. മഹാനായ ഇമാമുൽ ബുസ്വരി റളിയല്ലാഹു അൻഹു, ളലംതു സുന്നത മൻ أحيا الظلام إلى أن استقت قدماه الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير. ബുസുരിമാവിന്റെ സങ്കടം തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് ഓർത്തിട്ടല്ല. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടും എൻ്റെ കാലിൽ നീര് വന്ന് വീർക്കണില്ലല്ലോ പടച്ചോനെ.
കാരണം എന്തേ? എൻ്റെ ഹബീബിൻ്റെ കാലിൽ മുത്തുനബി തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ നീര് വന്ന് വീർത്തിട്ടുണ്ട്. എൻ്റെ കാലം അങ്ങനെ നീര് വന്ന് വീർക്കണില്ലല്ലോ സയ്യിദുന ഇമാമുൽ ബുസൂരി. അങ്ങനെയുള്ള പ്രണയം, ആ പ്രണയം ഉണ്ടെങ്കിൽ, അതായത് മഹബത്ത് ഉണ്ടെങ്കിലേ നിസ്കാരത്തിനാകട്ടെ നോമ്പിനാകട്ടെ വാല്യൂ ഉള്ളൂ. അസുലുണ്ടെങ്കിലേ ഫർഇന് വാല്യൂ ഉള്ളൂ. അസുലില്ലാതെ എന്ത് അമല് ചെയ്തിട്ടും കാര്യമില്ല. അടിസ്ഥാനം മഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ആരാകണം? ആശിഖീങ്ങളാകണം. ആരാകണം? മുത്തുനബിയുടെ ആശിഖീങ്ങളാകണം. നമ്മുടെ ഇഷ്ക് ഈ റബീഉൽ അവ്വൽ 12 തീർന്നു പോകരുത്. എപ്പോഴും മദ്ഹ്, ആ സ്വലാത്ത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അവരാദ്യം കൈവെക്കേണ്ട ബുക്ക്, അവിടെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് മുത്തുനബിയെ കുറിച്ചായിരിക്കണം. നമ്മുടെ യാത്രകളിൽ കേൾക്കേണ്ടത് മുത്തുനബിയുടെ മദ്ഹായിരിക്കണം. പ്രണയിക്കുന്നവരങ്ങനെയല്ലേ? എന്താ പ്രണയത്തിന്റെ അടയാളം? റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? അതിന്റെ അടയാളം എന്താണ്? എന്തായാലും ഒരു അടയാളം പറഞ്ഞേ. സ്നേഹത്തിന്റെ അടയാളം. സ്നേഹമുണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നമുക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ വേണ്ട, നമ്മൾ പ്രണയകാലത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ആ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മുഴുവൻ നമ്മുടെ മനസ്സിൽ ആരായിരിക്കും? പ്രണയിനി തന്നെ ആയിരിക്കും, അല്ലേ? കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച കെട്ടിയോള് തന്നെ ആയിരിക്കും മനസ്സിൽ. അപ്പൊ ഇല്ലാന്നല്ല കേട്ടോ, എല്ലാവരുടെയും കഥ നമുക്കറിയാൻ പാടില്ലല്ലോ. പക്ഷെ അങ്ങനെ അവസാനം വരെ ആയിരിക്കണം. അങ്ങനെ ആയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്, അല്ലേ? ആ പ്രണയം, ആ പ്രണയത്തിന്റെ സത്യം എന്താണ്? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളായിരിക്കും എപ്പോഴും. അനക്കത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും ചിന്തയിലും എല്ലായിടത്തും റസൂലുള്ളാഹിയുമായി കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ പ്രണയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടത്തോടുള്ള അടങ്ങാത്ത ഇഷ്ക് തന്ന് അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 രാവും വെള്ളിയാഴ്ച രാവും കൂടെ ഒരുമിച്ച് വന്നതാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിങ്ങനെ മനോഹരമായി നോക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷം, നമ്മുടെ സ്വലാത്തുകൾ മദ്ഹുകൾ മുത്തുനബി ഇങ്ങനെ ആസ്വദിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ വീടും നമ്മുടെ ഇടങ്ങളും എല്ലാ സ്ഥലവും മുത്തുനബിയുടെ മദ്ഹാൽ നിറയണം. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം. കടക്കണിയിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, സ്വന്തമായി സ്ഥലമോ വീടോ ഒന്നുമില്ല. ആ പാവപ്പെട്ട മനുഷ്യന് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യണം. ഈ രാത്രിയിലും നാളത്തെ പകലിലും നമ്മൾ കൊടുക്കുന്നതിന് വിലമതിക്കാൻ പറ്റൂല. കാരണം അത് മുത്തുനബിയുടെ പേരിലാണ്. മുത്തുനബിയുടെ പേരിലാണ്. അവിടുത്തെ രാവിലും പകലിലും കൊടുക്കുമ്പോൾ എൻ്റെ ഹബീബ് എന്തുമാത്രം സന്തോഷിക്കും. കഴിയുന്നത് പോലെ അത് ഏറ്റെടുക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു സാക്ഷാത്കരിക്കട്ടെ. പിന്നെ നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ അൽഹംദുലില്ലാ 1.5 കോടിയിലധികം സ്വലാത്തുകൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ 1 ലക്ഷത്തിന് മേലെ ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ കൃത്യം 5:30 നമ്മുടെ മജ്ലിസ്. എല്ലാവരും പങ്കെടുക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് മുത്തുനബിയുടെ ജന്മത്തോടടുത്ത സമയത്ത് നമുക്ക് യാ നബി ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേൽക്കണം. 1.5 കോടി സ്വലാത്തുകൾ മദീനയിലേക്ക് ഹദിയ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ചെയ്യുന്ന ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ലമ്മാ അറാദല്ലാഹു തആല ഇൽഹാറൻ നൂറിൽ മഖ്സൂൻ وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها أطهر فتاة بالعرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام وفتح أبواب الجنان وتزينت الحور والولدان ودكت بشائر الأفراح وزهرت كواكب السبا ونادى مناد بالسماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنها اهتز العرش طربا واستبشارا وساد الكرسي وهيبة ووقارا وامتلأت السماوات والسماوات أنوارا ولجت الملائكة تهليلا واستغفارا وأصبحت آمنة رضي الله عنها تلك الليلة والأنوار تلوح في جبهتها المؤتمنة وآمنت به من المخاوف الكامنة وظهرت انتقال نور الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب لنا بشرت في شعبان بنيل المنى وقيل لها في رمضان
لقد عملت من المطهر من الدنس والخنا وسمعت الملائكة في شوال يبشرون بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا وأتاها في ذي الحجة موسى الكليم عليه السلام وأعلم برتبة محمد صلى الله عليه وسلم وجاء الأسنى ونادى في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في صبر وعلمت أن موعد السرور قد قرب ودنا ولما الربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنه أمر الولادة وهان بروش شمس السعادة تلا إلى لك نورا الله ونشرت له في الكون أعلام الله وإذا بالطائن النبي لقد سقط من الهوى فمر بجناه على بطن آمنة رضي الله عنها مسرفا وضرب المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول وولدت سبيهتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم الله على حبيبك خير ولي ضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم الله على حبيبك خير فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا لعل رحمة ربي حين يقسمها تأتي على حساب العصيان في القسم مولاي صل وسلم دائما أبدا يا ربي
واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم الله على حبيبك خير والطف بعبدك في دارين إن له صبرا متى تدعه الأهوال ينهزم مولاي صل وسلم بعد لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا ما أرى الناحت عذبات الباني ريح صبا وأترب العيس حاد العيس بالنغم مولاي صل وسلم دائما أبدا ثم اتضاع النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ഏറ്റവും വലിയൊരു മഹാഭാഗ്യം വെള്ളിയാഴ്ച രാവും പകലും എന്നൊക്കെ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് കാണുന്ന നിമിഷങ്ങളാണ് അല്ലേ?
വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഞാൻ നേരിട്ട് കാണും. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ ദിവസം തന്നെ മുത്തുനബിയുടെ മീലാദാകുമ്പോൾ നമ്മളിങ്ങനെ പുണ്യ റസൂലിന്റെ മദ്ഹൊക്കെ ചൊല്ലി നടന്നു പോകുന്നത് ആര് കാണും? സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലേ? അത് ആസ്വദിക്കണ്ടേ നമുക്ക്. ഈമാനുള്ളവർക്ക് അതിലല്ലാതെ എന്തിലാ സന്തോഷം? അല്ലാഹു ഈമാനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വരണ്ടുണങ്ങിയ മതമായി പോകരുത്, ജീവനുള്ള മതമായി മാറും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഭാര്യയുടെ പ്രസവം എളുപ്പമാകാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ ദുആ ചെയ്യണം. ചീരണി നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കാരുണ്യവാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വീട്ടിൽ ബറക്കത്തുണ്ടാകാനും മരണപ്പെട്ടവർക്കും കിടപ്പ് രോഗികൾക്കും ദുആ ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഭാര്യ ഗർഭിണിയാണ്, സ്വാലിഹായ മക്കളുണ്ടാകാനും മക്കൾ സ്വാലിഹീങ്ങളാകാനും കുടുംബത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, സ്കാനിങ്ങിൽ ഒരു കുഴപ്പമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, നുസ്റ നൽകണേ അല്ലാഹ്, നദറ നൽകണേ അല്ലാഹ്. ഹബീബാൽ കണ്ട് സന്തോഷിക്കപ്പെടുന്ന സദസ്സാക്കണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ പ്രണയിക്കാൻ, അവിടുത്തെ മീലാദിൽ സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് ചീരണികൾ കൊണ്ടുവന്നവരുണ്ട്. ഒരുപാട് മുറാദുകൾ അവരുടെ മനസ്സിലുണ്ട്. യാ റബ്ബനാ, അവരുടെ എല്ലാ പ്രയാസങ്ങളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ നീ നൽകണേ അല്ലാഹ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. യാ റബ്ബനാ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഖൈറായ തൊഴിൽ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഖബറുകളിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം ഖബറിൽ വിശാലത നൽകണേ അല്ലാഹ്. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.